സ്വദേശി ഉഷ ബേബിയുടെ പരാതി. വീട് വെക്കാൻ സ്വകാര്യ വ്യക്തി നൽകിയ സ്ഥലം പുനർജനി ട്രസ്റ്റിന്റെ പേരിൽ താൻ അറിയാതെ രജിസ്റ്റർ ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും വീട് പണി തുടങ്ങാത്തതിനാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരാതി പറഞ്ഞതിന്റെ വൈരാഗ്യത്തിൽ തന്നെ ഗുണഭോക്തൃ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നും ഉഷ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കണ്ടില്ലേ, മുഖ്യമന്ത്രിയെ കാണാനെത്തിയപ്പോൾ അധിക്ഷേപം. പുനർജനി പദ്ധതിയിൽ വാഗ്ദാനം ചെയ്ത വീട് ലഭിച്ചില്ല, മുഖ്യമന്ത്രിയെ കാണാനെത്തിയപ്പോൾ അധിക്ഷേപിച്ചെന്ന് പരാതി. ഇതൊക്കെ ഓരോരോ വിഷയങ്ങളാണോ, വിസ്മയങ്ങളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ സത്യമാണ് കേട്ടോ. ഇതൊന്നും ഒരു വിഷയങ്ങളല്ല, അല്ലെങ്കിൽ ഇതൊന്നും വിമർശിക്കേണ്ട കാര്യങ്ങളില്ല. ഇതൊക്കെ വിസ്മയങ്ങളുടെ പട്ടികയിൽ കൂട്ടാൻ പറ്റുന്ന വിസ്മയങ്ങൾ മാത്രമാണ്. എന്ത് വിസ്മയമാണ്? പൂക്കി വിസ്മയം അല്ലേ? ആ പൂക്കി വിസ്മയത്തിൻ്റെ ഒരു വേറൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് സുഹൃത്തുക്കളെ. ഇതൊക്കെ ഒരു കുറ്റമായിട്ടും ഇതൊക്കെ ഒരു കുറവായിട്ടും ഒക്കെ കാണുന്നവരോട് എനിക്ക് വേറൊന്നും പറയാനില്ല. അതൊക്കെ വിസ്മയങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടി കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും ആർക്കും ഒരു പ്രശ്നമായിട്ട് തോന്നാൻ സാധ്യത തീരെ കുറവാണ്. നമ്മുടെ ചിരിക്കുന്ന മുഖ്യമന്ത്രി നല്ല രീതിയിൽ ചിരിച്ചു തുടങ്ങിയപ്പോൾ കരയുന്ന ഒരു കൂട്ടം ആളുകൾ, ഒരു കൂട്ടമല്ല, കരയുന്ന അനേകം ആളുകളെ നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ മുന്നിൽ തന്നെ കാണുന്നുണ്ട് അല്ലേ? നമ്മുടെ മുഖ്യമന്ത്രി ചിരിക്കുന്നില്ല എന്നായിരുന്നു നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരുടെയും പരാതി. അത് സ്വകാര്യ ബസ് തൊഴിലാളികളായിക്കോട്ടെ, KSRTCയിലെ താൽക്കാലിക ജീവനക്കാരായിക്കോട്ടെ, മറ്റേത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, മറ്റേത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ സർക്കാർ ഓഫീസുകളിലോ എവിടെ വർക്ക് ചെയ്യുന്നവരുമായിക്കോട്ടെ, എല്ലാവരും ഇന്ന് നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചിരി കാരണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ ചിരിക്കുന്നില്ല എന്നുള്ളൊരു പേരും പറഞ്ഞുകൊണ്ട് അയാളെ തോൽപ്പിച്ചു വിട്ടതിൽ കൂടി എന്തോ വലുതങ്ങ് നേടിയെടുത്തു എന്ന് വിചാരിക്കുന്ന, സ്വയം തോറ്റുപോയ പിണറായി വിജയനെയും ഇടതുപക്ഷത്തിനെയും തോൽപ്പിച്ചതിൽ കൂടി സ്വയം തോറ്റുപോയ ഒരു കൂട്ടം ആളുകളുടെ ഒരു വിഭാഗമായിട്ട് കേരളത്തിലെ ജനവിഭാഗങ്ങൾ മാറുന്നു എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കുന്നത് പുനർജനി പദ്ധതിയിൽ കൂടി വീട് കിട്ടുന്ന ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ വിഷയത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി പറയാൻ പോയപ്പോൾ നമ്മുടെ പൂക്കി മുഖ്യൻ അധിക്ഷേപിച്ച് വിട്ട ഒരു വീട്ടമ്മയുടെ കഥയാണ്. അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയും, ഇത് കൈരളി ചാനലിൽ വന്ന വാർത്തയല്ലേ? പക്ഷെ ഞാൻ നിങ്ങളെ കാണിച്ച റിപ്പോർട്ടർ ചാനൽ കേട്ടോ, അതൊരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും റിപ്പോർട്ടർ ചാനലുമൊക്കെ കൊങ്ങികൾക്ക് വേണ്ടി പണിയെടുക്കുന്ന, അപ്പോൾ നിങ്ങൾ പറയും റിപ്പോർട്ടർ ചാനലൊക്കെ ഈ കമ്മികൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ചാനലാണ്, നീ അവരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് വീഡിയോ ചെയ്യുന്ന എന്തിനാ? അവരുടെ വീഡിയോ ഞങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല. അവരൊക്കെ എന്ന് പറയുമ്പോൾ VD സതീശനെതിരായിട്ട് നിൽക്കുന്ന അങ്ങനെയുള്ള ആളുകളാണെന്ന് നിങ്ങൾ വേണമെങ്കിൽ പറയും. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത്, ഇലക്ഷൻ സമയങ്ങളിലും അതിന് മുൻപുണ്ടായിരുന്ന സമയങ്ങളിലും എല്ലാം സതീശനാദികൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്തിരുന്ന, അല്ലെങ്കിൽ അഹോരാത്രം വെള്ള പൂശിക്കൊണ്ടിരുന്ന ചാനൽ തന്നെയായിരുന്നു റിപ്പോർട്ടർ ചാനലും അതേപോലെയുള്ള മറ്റുള്ള ചാനലുകളും. അപ്പോൾ അങ്ങനെയുള്ള ചാനലുകൾ പണിയെടുത്തിട്ട് ഇന്ന് സതീശനെതിരെ സംസാരിക്കുമ്പോൾ എന്തിനാണ് ഇത്ര വിമുഖത? സതീശൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം, അല്ലെ മുഖ്യമന്ത്രിയായിട്ട് വന്നതിന് ശേഷം എന്തൊക്കെ കൊള്ളരുതായ്മകളാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാം ഒരു വിസ്മയമാണെന്നുള്ളൊരു പേരും പറഞ്ഞുകൊണ്ട് എന്തും കാണിച്ചു കൂട്ടാമെന്ന് വിചാരിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. അത്തരത്തിലുള്ള പരിപാടികളും പ്രവർത്തനങ്ങളും ഒക്കെയാണ് VD സതീശൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വിമർശിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതെന്ന് പറയാം. പക്ഷേ പറയാനും മാത്രം നല്ല ഒന്നും ഇവർ ചെയ്യുന്നില്ല എന്നുള്ളൊരു വലിയൊരു വസ്തുതയാണ്. നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും അല്ലേ? എന്തുകൊണ്ട് നിരന്തരം ഞാനിങ്ങനെ വന്നിരുന്ന് പ്രതികരിക്കേണ്ടി വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറിയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നൊരു പഴഞ്ചൊല്ല് പഴമക്കാർ പറയുന്നത് പോലെ നമ്മൾ എന്തെങ്കിലും പ്രതികരിച്ചെങ്കിൽ മാത്രമേ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള എത്രയെത്ര മാറ്റങ്ങളുണ്ട്. നമ്മുടെ ആ മത്സ്യത്തൊഴിലാളി കഴിഞ്ഞ ദിവസം കടലിൽ അകപ്പെട്ട് കാണാതെ പോയ വിഷയങ്ങളിൽ കേരളത്തിലുള്ള എല്ലാ മേഖലയിലും പെട്ട ആളുകൾ അതിരൂക്ഷമായിട്ട് വിമർശിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ എത്രയെത്ര വിഷയങ്ങൾ, എത്രയെത്ര ബന്ധു നിയമനങ്ങൾ, എത്രയെത്ര പിൻവാതിൽ നിയമനങ്ങൾ, PSC പരിഗണിക്കാതെയുള്ള നിയമനങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ടായപ്പോഴും കേരളത്തിലെ ഓരോ ജനങ്ങളും പ്രതികരിച്ചതിൻ്റെ ഫലമായിട്ട് അതൊക്കെ അവരങ്ങ് തീരുമാനം വേണ്ടെന്ന് മാറ്റി വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ക്ഷേമ പെൻഷൻ, ആ പെൻഷൻ വീടുകളിലേക്ക് എത്തിക്കൊണ്ടിരുന്ന സാധനം വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റില്ല, വേണമെങ്കിൽ ക്യൂ നിന്ന് ബാങ്കിൽ വന്ന് വാങ്ങിക്കോണമെന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് വന്നതിനെയും നമ്മളെല്ലാവരും വിമർശിച്ചപ്പോൾ അതും അങ്ങ് മാറ്റി. ടേണുകളുടെ ഉസ്താദന്മാരാണ് UDF എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പം അങ്ങനെ പ്രതികരിച്ചെങ്കിൽ മാത്രമേ ഇതൊക്കെ മാറ്റുള്ളൂ, അല്ലെങ്കിൽ പ്രതികരിച്ചെങ്കിൽ മാത്രമേ ചെയ്യേണ്ടത് ചെയ്യുള്ളൂ എന്ന് തോന്നിയെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കാൻ തയ്യാറാണ് കേട്ടോ. അപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തെളിവ് കൂടി കാണിച്ചു തരണമല്ലോ. ആ ഒരു വീട്ടമ്മ പറയുന്ന കാര്യം, ഇതിപ്പോൾ നാളെ വന്നിട്ട് മുഖ്യമന്ത്രി പറയും ഞാൻ അവരെ ഒന്നും ചെയ്തിട്ടില്ല, അല്ലെ അവരെ അധിക്ഷേപിച്ചിട്ടില്ല, അവരത് ചുമ്മാ പറയുന്നതാണ്, ഞാൻ അവരുടെ അടുത്ത് അസുഖമൊന്നും മാറിയിട്ടില്ലേ എന്നാണ് ചോദിച്ചതെന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഞാനതിലെ വീഡിയോ കാണിച്ചിരുന്നു, കണ്ടു വയ്ക്കോ. എന്റെ സൂക്കേട് തീർന്നു എന്നാണ് ആദ്യം എന്നോട് ചോദിച്ചൊരു വാക്ക്. എന്റെ കുഞ്ഞെന്റെ കൂടെ ഉണ്ട്, ഒരു 9 വയസ്സുള്ള ഒരു കുഞ്ഞു കൂടെ ഉണ്ട്. അവളത് കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയെ കാണാനാണ് പോയത്. എനിക്കൊരു വീടിന് ഞാൻ പണ്ട് കൊടുത്തിരുന്നതാണ്. എനിക്ക് വീട് തരുവോ ഇല്ലയോ എന്നുള്ളതാണ്, അതറിയാനാണ് ഞാൻ പോയത്. മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാന്ന് പറഞ്ഞാല് എന്റെ സൂക്കേട് തീർന്നു എന്നാണ് ആദ്യം എന്നോട് ചോദിച്ചൊരു
പാക്ക്. എൻ്റെ കുഞ്ഞെൻ്റെ കൂടെ ഉണ്ട്, ഒരു 9 വയസ്സുള്ള ഒരു കുഞ്ഞു കൂടെയുണ്ട്. അവളത് കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത് എന്നു പറഞ്ഞാൽ ഞാൻ വാർത്ത കൊടുത്തു, ചാനലുകാരോട് വാർത്ത കൊടുത്തു എന്നും പറഞ്ഞ് നിങ്ങളുടെ വലിയ സൂക്കേട് തീരട്ടെ എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. ബാക്കി കാണിക്കുന്നതിന് മുൻപ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അധികാരത്തിൽ വന്ന സ്ത്രീപക്ഷ മനോഭാവമുള്ള സർക്കാരാണ് ഞങ്ങളെന്ന് സ്വയമേ വാദിച്ചുകൊണ്ട് ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്ന ആളുകളാണ് നമ്മുടെ വി ഡി സതീശനടക്കമുള്ള ആളുകൾ. സ്ത്രീപക്ഷ സർക്കാർ എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെയുള്ള വീരപ്പൻ അടങ്ങുന്ന സ്ത്രീപക്ഷമാണോ എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമാണ് കേട്ടോ. അപ്പം അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങളെല്ലാം സ്ത്രീകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും അവരുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും ഒക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുമെന്നൊക്കെയായിരുന്നു ഇവർ പറഞ്ഞത് അധികാരത്തിൽ വരുന്നതിന് മുൻപ് കേട്ടോ. അധികാരത്തിൽ വന്നതിന് ശേഷം പറഞ്ഞതിനെ എല്ലാം അപ്പാടെ മാറ്റി. യു ടേണുകളുടെ ഉസ്താദ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞതിനെ എല്ലാം അപ്പാടെ മാറ്റി. ഞാനൊന്നും പറഞ്ഞിട്ടില്ല രാമനാരായണ എന്ന് പറയുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ പരിപാടികളുമൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. ഒന്നും അറിഞ്ഞിട്ടേയില്ല. നമ്മൾ കേട്ടവരുടെ കുഴപ്പമാണ്, നമ്മളുടെ കാതിൻ്റെ പ്രശ്നമാണെന്ന് നമുക്ക് തോന്നും വിധം ഇദ്ദേഹം കാര്യങ്ങൾ പറയുന്നു. എല്ലാം റെക്കോർഡ് സഹിതം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോ എവിഡൻസുകളും സോഷ്യൽ മീഡിയകളിലും മറ്റ് പല പേജുകളിലും അവൈലബിൾ ആയിരുന്നിട്ടും അതിൻ്റെ കോപ്പികൾ എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും എല്ലാ ചാനലുകളുടെയും ഒക്കെ ഡിവൈസുകളിലും ഡ്രൈവുകളിലുമൊക്കെ ഉണ്ടായിരുന്നിട്ടും നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നൊരു കാര്യം നാളെ വരുമ്പോൾ പറയും, ഞാൻ ഇന്നലെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞു, നിങ്ങൾ കേട്ടതാണല്ലോ, ഞാൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വളച്ചൊടിക്കുന്നത് എന്ന് പറയും. പക്ഷേ അതിനെപ്പറ്റി ചോദിക്കാനോ അതിനെതിരെ സംസാരിക്കാനോ അന്തിച്ചർച്ചകളോ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ മറ്റുള്ള അവതാരകന്മാരോ ആരും വരാറില്ല. കാരണം ഇവർക്കെല്ലാവർക്കും ഒരു വലതുപക്ഷ മനോഭാവം ഉള്ളതുകൊണ്ടായിരിക്കും. എന്നാൽ ഈ വലതുപക്ഷ മനോഭാവമുള്ള എല്ലാ ആളുകളും ഹാഷ്മി അടക്കം ഒരുപാട് ആളുകൾ ഇന്ന് ഇവർക്കെതിരെ തന്നെ തിരിഞ്ഞു നിന്ന് സംസാരിക്കുന്നുണ്ട്. അതായത് പൂക്കികളെ വലിച്ചു കീറിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. അത്തരത്തിൽ ഞാൻ കണ്ടൊരു വീഡിയോ കൂടെ നിങ്ങളെ കാണിച്ചു തരാം. അതിന് മുൻപ് ഇതിൻ്റെ ബാക്കിയുള്ള പൂർണ്ണമായിട്ടുള്ള ഭാഗം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ അപ്പൊ തന്നെ പോലീസുകാർ വന്ന് എന്നെ ഇറക്കി വിടുമായിരുന്നു. എന്നോട് പറഞ്ഞു എനിക്ക് പൊക്കോളാൻ പറഞ്ഞു. ഞാനൊരു പരാതി പറഞ്ഞെന്നും പറഞ്ഞിട്ടാണ് എന്നെ ഒഴിവാക്കിയിട്ട് ബാക്കി 3 പേർക്ക് ഈ വീട് കൊടുത്തേക്കുന്നത്. സ്ഥലം എവിടെയെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ വീട് തരാം എന്നും പറഞ്ഞിട്ടാണ് ഞാനിതിനിറങ്ങിയത്. ഇല്ലേ, ഞാൻ ഒട്ടും ഇറങ്ങൂലായിരുന്നു. ഇതിപ്പം ഞാൻ കഷ്ടപ്പെട്ടിട്ട് ബാക്കി 3 പേർക്കും ഇതിനകത്ത് വീട് എനിക്കില്ല. അതെന്താണ്? ഇതിനെന്താ ഒരു വിശദീകരണം പറയുന്നത്? എന്താ നിങ്ങൾക്ക് വീടില്ലാത്തതിന്? തരില്ല എന്ന് തന്നെ പറഞ്ഞു. ഇല്ലാന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞു. തിരുവനന്തപുരം പോയപ്പോഴും ഇത് തന്നെ പറഞ്ഞു, എന്റെ സൂക്കേട് തീരട്ടെന്ന്. നിങ്ങളീ കണ്ടില്ലേ, ആ അമ്മ കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്ത്രീപക്ഷ സർക്കാരെന്ന് ഇവർ തന്നെ സ്വയമേ വാദിച്ചുകൊണ്ട് അല്ലെ സ്വയമേ സമർത്ഥിച്ചുകൊണ്ട് പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ മുന്നിൽ തന്നെ നിൽക്കുകയാണല്ലേ. പിണറായി വിജയൻ്റെ പേര് ഇതിലും വരുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇന്ന് മുഖ്യമന്ത്രിയുടെ അടുത്ത് പല കാര്യങ്ങളെപ്പറ്റി ചോദിക്കുമ്പോഴും അദ്ദേഹത്തിന് മറുപടിയില്ല. കൃത്യമായിട്ട് പറയാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മറുപടിയുമില്ല, അദ്ദേഹത്തിന് ഉത്തരവുമില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ടെന്നുള്ളത്. വന്ന ആളിൻ്റെ അടുത്ത് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് കൊടുത്തിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ പോയി എന്നുള്ളൊരു പേരും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ മാധ്യമങ്ങളോട് സംസാരിച്ചു എന്നുള്ളൊരു പേരും പറഞ്ഞുകൊണ്ട് അവർ കണ്ടെത്തി വെച്ച ഭൂമിയിൽ അവർക്ക് വീട് കൊടുക്കാതെ ബാക്കിയുള്ള 3 പേർക്കും അവരോടൊപ്പം ഉണ്ടായിരുന്ന ബാക്കിയുള്ള 3 പേർക്കും വീട് അനുവദിച്ചിരിക്കുന്നു. ഇതെന്ത് തരത്തിലുള്ള ഒരു വിസ്മയമാണെന്ന് നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി അടക്കമുള്ള പൂക്കികളുടെ മന്ത്രിസഭയിലുള്ള ആളുകൾ പറഞ്ഞു തന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. എനിക്കറിയാം ഇതിനെയും വെള്ള പൂശാനായിട്ട് ഒരുപാട് ആളുകൾ വരുമെന്ന് നല്ല രീതിയിൽ അറിയാം. കാരണം ഒരു മത്സ്യത്തൊഴിലാളി കടലിൽ അകപ്പെട്ടു പോയപ്പോൾ അവരുടെ മകളും അവരുടെ ഭാര്യയും അമ്മയും ഒക്കെ ഏറെ വൈകാരികമായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിച്ചപ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അവർ മത്സ്യത്തൊഴിലാളികളല്ലേ, മുക്കുവൻ്റെ മക്കളല്ലേ, മുക്കുവൻ്റെ ഭാര്യയല്ലേ, മുക്കുവൻ്റെ മകനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ അധിക്ഷേപിച്ച, അവരെ ഥാറടിച്ച് കാണിച്ച കുറച്ചധികം ആളുകളുള്ളൊരു സമൂഹമാണ് നമ്മുടെ കേരള സമൂഹം. ഈ സമൂഹത്തിലുള്ള ഈ അടിമക്കൊങ്ങികൾ, ന്യായീകരണ തൊഴിലാളികൾ എന്നും ന്യായീകരിക്കാൻ വേണ്ടി തന്നെ സൈബർ ഇടങ്ങളിൽ ആക്റ്റീവായിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ എത്രയൊക്കെ നീയൊക്കെ മെഴുകിയാലും ഈ ഒരു വീട്ടമ്മയെ പറ്റി വളരെ മോശമായിട്ടുള്ള രീതിയിൽ പറഞ്ഞാലും അവർക്ക് അർഹതപ്പെട്ടത് അവർക്ക് കിട്ടുക തന്നെ ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ അധികാരത്തിൽ വെച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞില്ല നിങ്ങളുടെ സൂക്കേടൊക്കെ തീർന്നിട്ട് നിങ്ങൾക്ക് വീട് തരാമെന്ന്. ഇങ്ങനെ ആയിരുന്നോ കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെ കഴിഞ്ഞ 10 വർഷങ്ങളിൽ പിണറായി വിജയൻ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നത്? സൂക്കേട് കഴിഞ്ഞിട്ട് വീട് തരാം,
അല്ലെങ്കിൽ നിങ്ങളുടെ സൂക്കേട് കഴിഞ്ഞാലേ വീട് തരൂ എന്നെങ്കിലും എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇത്രയും അധികം പരാതികൾ നമ്മൾ ഏതെങ്കിലും കോണിൽ നിന്ന് ഉയർന്നു വരുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? എന്തിനേറെ പറയണം, സ്വകാര്യ വ്യക്തികളുടെ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രമല്ല സർക്കാർ ഓഫീസുകളിൽ നിന്നും നമ്മൾ ഇതേ പരാതികൾ ഉയർന്നു വരുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി. അതായത് മുഖ്യമന്ത്രി വേണ്ട കാര്യങ്ങളിൽ വേണ്ട രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയും എല്ലാവർക്കും കടുത്ത വിയോജിപ്പും അതൃപ്തിയുമാണ്. ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി എന്ന് പറയുന്ന വി ഡി സതീശനും രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരേ ഡയറക്ഷനിൽ പോകേണ്ട ആളുകൾ ഇങ്ങനെ വന്നിട്ട് രണ്ട് ധ്രുവങ്ങളിലേക്ക് പോവുകയാണ്. ഇലക്ഷന് മുൻപ് ഒരുമിച്ചായിരുന്നു, ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഇവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടിയപ്പോൾ അവർ രണ്ടുപേരും നൈസായിട്ട് ഇങ്ങനെയായി. ഇപ്പോൾ ഇവർ രണ്ടുപേരും നേരിട്ട് കാണലില്ല, അല്ലെങ്കിൽ നേരിട്ടുള്ള തീരുമാനങ്ങളില്ല. നമ്മുടെ രമേശ് ചെന്നിത്തല എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കും, അതിന് മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ വേറെ എന്തെങ്കിലും തീരുമാനിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തു തന്നെയാണെന്ന് പറഞ്ഞാലും ഈ രീതിയിലുള്ള പരാമർശങ്ങളും ഈ രീതിയിലുള്ള കളികളുമാണ് കളിക്കുന്നതെങ്കിൽ പ്രതികരിക്കുക തന്നെ ചെയ്യും സാറുമാരെ. നിങ്ങൾക്കതിൽ അസഹിഷ്ണുതയുണ്ടെങ്കിൽ, നിങ്ങൾക്കതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ആരും വിമർശിക്കേണ്ട ആവശ്യങ്ങൾ വരില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മൾ ചിരിക്കേണ്ട മുഖ്യമന്ത്രി അല്ലെ ചിരിക്കാത്ത മുഖ്യമന്ത്രിയെ മാറ്റി ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തപ്പോൾ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ കരയേണ്ടി വന്നു എന്നുള്ളത്. എന്തൊരവസ്ഥയാണല്ലേ.